കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. താമരശ്ശേരി മാതൃശിശു ആശുപത്രിക്ക് മുകളിൽ ആൽമരം കടപുഴകി വീണു. പുതുപ്പാടി മലപ്പുറത്ത് മരം വീണ ഇലക്ട്രിക് പോസ്റ്റ് ട്രാവലർ വാനിന് മുകളിൽ പതിച്ചെങ്കിലും വൻ ദുരന്തം ഒഴിവായി. പലയിടത്തും കടലാക്രമണവും ഉണ്ടായി. ഒരാഴ്ചയായി ശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടെയാണ് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. ശനിയാഴ്ച വൈകിയുണ്ടായ ചുഴലിക്കാറ്റിൽ വയനാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പാടി മലപ്പുറം നെരിക്കുംചാലിൽ വൻമരം കടപുഴകി റോഡിൽ വീണു. ഇതേ തുടർന്ന് 4 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഇതോടെ ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. പോസ്റ്റുകളിലൊന്ന് ടെമ്പോ ട്രാവലറിന് മുകളിൽ പതിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറ്റ് വന്ന് മരം ഈ പോസ്റ്റ് ലൈൻമേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഒരു 4 പോസ്റ്റോളം വീണ്, വണ്ടിമേക്കാണ് ഒരു പോസ്റ്റ് വീണ്. അപ്പോൾ ആൾക്കാർക്കൊന്നും പറ്റിയില്ല. താമരശ്ശേരി മാതൃശിശു ആശുപത്രിക്ക് മുകളിൽ കൂറ്റൻ ആൽമരം കടപുഴകി വീണു. കുറ്റ്യാടി കാവിലുംപാറയിൽ മരം വീണ് 7 വീടുകൾ ഭാഗികമായി തകർന്നു. വടകര താഴെയങ്ങാടിയിൽ ശക്തമായ കടലാക്രമണത്തിൽ തീരത്തെ നിരവധി തെങ്ങുകൾ കടപുഴകി. റോഡുകൾ തകർന്നു. പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറി. തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലും വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. മരം വീണ് വൈദ്യുതി തടസ്സപ്പെട്ട ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും. മീഡിയ 1 കോഴിക്കോട്.